ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഈ കോളേജിലുള്ള പെമ്പിള്ളേര് മൊത്തം ചാക്കോച്ചിന്റെ പുറകെ വരും. ഒരെണ്ണത്തിനും തിരിഞ്ഞു നോക്കരുത്. ആ കാര്യം പിന്നെ ഷുവർ അല്ലേ, എത്ര എണ്ണം പുറകെ വരുന്ന എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും അങ്ങനത്തെ കാര്യം ഞാൻ അറിഞ്ഞ അടിച്ച മുഖത്തിന്റെ ഷേപ്പ് മാറ്റും. മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയാൽ ആ മുഖം വെച്ച് ഞാൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങും. തമാശ പറഞ്ഞേ. എങ്കിലേ തമാശയല്ലാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്താ? നമ്മുടെ വിവാഹത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല, നീ എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങിപ്പോരും. ഇറങ്ങിപ്പോരാനും അവർ സമ്മതിച്ചില്ലെങ്കിലോ? ഇറങ്ങിപ്പോരാൻ സമ്മതിച്ചില്ലെങ്കിൽ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വല്ല ആത്മഹത്യയും ചെയ്യാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തന്നെ ശരണം. പക്ഷെ നമ്മൾ എങ്ങനെ ആത്മഹത്യ ചെയ്യും? ഞാനും അതാണ് ആലോചിക്കുന്നത്, എങ്ങനെ ആത്മഹത്യ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കയറിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്താലോ? അയ്യോ ഇല്ല, കയറിന്റെ പാടൊക്കെ വീണിട്ട് അത് മായാൻ വേണ്ടി ക്രീമൊക്കെ മേടിക്കേണ്ടി വരത്തില്ലേ? അതൊരു പോയിന്റാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ അത് നടക്കില്ല, പാട് വീഴും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്താലോ? എനിക്ക് നീന്തലറിയില്ല. എനിക്കും അറിയില്ല, അതും പ്രോബ്ലം ആണല്ലോ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ട്രെയിന് തല വെച്ച് ആത്മഹത്യ ചെയ്യാം. ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ട്രെയിനിൽ കയറണ്ട, നമ്മൾ കിടന്നു കൊടുത്താൽ മതി, ട്രെയിൻ നമ്മുടെ ദേഹത്തോടെ കയറിപ്പോക്കോളും. ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തിനാ പേടിക്കുന്ന? ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ മരിക്കുക, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് കാത്തിരുന്നിട്ടാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ചാക്കോച്ച? പ്രണയം അനശ്വരമാണ്, അതൊരിക്കലും നശിക്കില്ല. അതെ, ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളിയാക്കുവോ? മോളെയോ? ഞാനോ? കളിയാക്കാനോ? ഒരിക്കലുമില്ല. എന്ത് ചോദ്യം വേണേലും മോക്കനോട് ചോദിക്കാം. ചോദിക്കുവാണേ. അതെ, ഇനി മുതല് ഞാനുണ്ടല്ലോ ചാക്കോച്ചിനെ ടാന്ന് വിളിച്ചോട്ടെ. ഡാന്നല്ല, ഏട്ടാന്ന് വിളിച്ചോട്ടേന്ന്. ഏട്ടാന്നോ? മോക്ക് അങ്ങനെ വിളിക്കാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ. സത്യം പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കല്യാണം നടക്കുന്നു, നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു വീട്ടിൽ താമസിക്കുന്നു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ, പ്രണയം അനശ്വരമാണ്, അതൊരിക്കലും നശിക്കുകയില്ല. സത്യം. ഞാൻ ഇനി ഒരു സത്യം അങ്ങോട്ട് പറയട്ടെ. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നിന്നെ കൊണ്ട് ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നല്ലോ, അതിലും നല്ല സൗന്ദര്യമാണ് കല്യാണത്തിന് ശേഷം നിന്നെ കാണാൻ. ഈ സാരി ഉണ്ടല്ലോ, നിനക്ക് ഭയങ്കര ചേർച്ചയാ, സത്യമായിട്ടും. പിന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇനി നീ വേണം നോക്കാനായിട്ട്. വരവ് ചെലവ് കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാനായിട്ട്. വരവ് ചേട്ടൻ നോക്കിക്കോ, ചെലവിന്റെ കാര്യം ഞാൻ പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന പോലത്തെ മീൻകറി വേണം എനിക്ക് ഉണ്ടാക്കി തരാനായിട്ട്. ആ മീൻകറിയൊക്കെ ഉണ്ടാക്കി തരാം. പക്ഷെ ഉണ്ടല്ലോ, എന്റെ വീട്ടില് അച്ഛൻ ആണ് തേങ്ങയൊക്കെ അരച്ചു കൊടുക്കുന്ന അമ്മക്ക് മീൻകറി വെക്കുമ്പോ. അങ്ങനെ ഏട്ടനും എനിക്ക് ചെയ്ത് തരണം. പിന്നെ ഒരു ഭാര്യയെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ മോക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് സാധിച്ചു തരും. ചുങ്ങട് ബേബി. പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? മനസ്സിലായി. എന്തുവാ? എന്നെ കൊണ്ടത് പറയിക്കാനല്ലേ? നോക്കട്ടെ, ഓർമ്മയുണ്ടോന്ന്. നീ അതെന്നോട് പറഞ്ഞില്ലെങ്കിലും ആ ദിവസം ഇങ്ങോട്ട് നോക്കിയേ, എന്റെ ഹൃദയത്തിലുണ്ട്. ഓർക്കോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അടുത്ത ആഴ്ച നിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? പറ, എന്റെ മോക്ക് എന്താണ് വേണ്ടത്? സാരി വേണോ? സ്വർണം വേണോ? ബ്ലൗസ് വേണോ? അതോ ഇനി വല്ലയിടത്തേക്ക് നമുക്ക് ടൂറിന് പോണോ? നമുക്ക് മൈസൂർ ടൂർ പോയാലോ? എന്താ മൈസൂർ ടൂർ? മൈസൂരാണെങ്കിൽ നല്ല പട്ടുസാരി കിട്ടും, പിന്നെ മാല, വള, കമ്മല് എല്ലാം നമുക്ക് നല്ല ഡിസൈൻ ആയിട്ട് അവിടെ നിന്ന് മേടിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ മോക്ക് അതാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ നേരെ മൈസൂർ പോകുന്നു, അവിടെ ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുന്നു. പിന്നെ ഹണിമൂൺ അതെവിടെ ആഘോഷിക്കണമെന്നാ ഇഷ്ടം? ഹണിമൂൺ നമുക്ക് ആദ്യം മൈസൂർ പോവാം. അത് മൈസൂർ പോകുന്നു. മൈസൂരിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്ന് ബാംഗ്ലൂർ കുറച്ച് ദിവസം താമസിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ആദ്യം ദുബായ് പോകണം.
ദുബായ് നല്ല രസമാണെന്നൊക്കെ ശരിയാണ്, പറയുന്നത്. ദുബായ് അബുദാബി ഒക്കെ പോവാം. അതിനുശേഷം വേണമെങ്കിൽ മസ്കറ്റോ ഖത്തറോ വേണമെന്നുണ്ടെങ്കിൽ പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോകണം. സ്വിറ്റ്സർലൻഡാണ് ഹണിമൂണിന്റെ മെയിൻ ഏരിയ. പിന്നെ അവിടെ നിന്ന് വിസ കിട്ടുവാണെങ്കിൽ നമുക്ക് UK-ലോ അമേരിക്കയിലോ ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞു വരാം. അപ്പൊ എല്ലാം കൂടെ കറങ്ങി വരുമ്പം ഒരു 2-2.5 മാസമോളം എടുക്കുമല്ലോ. 2.5 മാസമൊക്കെ എടുക്കുമായിരിക്കും. നമുക്ക് സമയമുണ്ടല്ലോ. എന്റെ മോക്ക് അതൊക്കെ ആഗ്രഹമാണെങ്കിൽ അതെല്ലാം ഞാൻ സാധിച്ചു തരും. ചൂട് ബേബി. പിന്നെ എന്റെ മനസ്സിലുള്ളൊരു ഇഷ്ടം ഞാൻ പറയട്ടെ. നമുക്കേ നിന്നെ പോലൊരു സുന്ദരി പെൺകുട്ടി വേണം. പെൺകുട്ടി മാത്രം പോരാ, ഏട്ടനെ പോലൊരു ചുഞ്ചരം കുഞ്ഞാവൻ വേണം. ആണുവാവ വേണ്ട വേണ്ട വേണ്ട, പെൺകൊച്ചു മാത്രം മതി. വേണ്ട, ഒരു ആണുവാവയും വേണം. നിർബന്ധ? ഓക്കെ, എന്നാ ഫസ്റ്റ് ഷെഡ്യൂള് പെൺകൊച്ച്, സെക്കൻഡ് ഷെഡ്യൂള് ആൺകൊച്ച്. അതുപോലെ മതി. ഓ, ചിരിക്കുമ്പോ എന്ത് സൗന്ദര്യ നിനക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രണയം അനശ്വരമാണ്, അതൊരിക്കലും നശിക്കും. ഏയ് മൂദേവി, ഇങ്ങോട്ട് ഇറങ്ങി വന്നടി. വിളിച്ചാ വിളിയും കേൾക്കല്ലേ, നിന്റെ ചെവിക്കത്തടി ആ പഠിച്ച് വെച്ചിരിക്കാണോ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇങ്ങോട്ട് വരാൻ. എന്താന്നോ എടി, ഒരു മനുഷ്യൻ ഇവിടെ പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ച് നിന്നെ വിളിച്ചിട്ട് നീ കേൾക്കാത്തടി. ഞാനേ ആ പട്ടിക്ക് ബിസ്ക്കറ്റ് മേടിക്കാൻ പോയേക്കുമായിരുന്നു. കൂടുതൽ നാക്കിട്ടടിച്ചാണ്ട് അടിച്ചെന്റെ ചെവികലയാൻ പൊട്ടി. മേത്തൊന്ന് തൊട്ടു നോക്ക്, കാലേവരിയും നിലത്തടിക്കുമല്ലോ നിങ്ങള്. നീ ഇത്ര നേരം എന്നെടുക്കുമായിരുന്നടി. ഞാനേ നിങ്ങളെ തള്ള ഇതിനകത്ത് മൊത്തം മുറുക്കാൻ തുപ്പി വെച്ചൊക്കെ ഇരുന്ന് കഴുകാൻ പോയതാ. അതൊക്കെ നിന്റെ ഉത്തരവാദിത്തപ്പെട്ടാടി, അതൊക്കെ ചെയ്യണം അവിടെ. അതിനുവേണ്ടി അതിനെ കെട്ടിയെടുന്നോളി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങളെ തള്ളേനെയും തന്തേനും നോക്കാനായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട്. അതേടി, എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ കെട്ടിക്കൊണ്ട് വരുന്നത് അവരുടെ തന്തയും തള്ളയും നോക്കാനായിട്ടാ, അല്ല നിന്റെ തന്തയും തള്ളയും നോക്കാനല്ലടി. നിങ്ങളുടെ തള്ളേനും തന്തേനും നോക്കാൻ എനിക്കിനി സൗകര്യമില്ല. സൗകര്യമില്ലെന്നോ? വന്ന കാലത്ത് എന്തായിരുന്നു ശാലിനി, മോളെ, ചക്കരെ എന്നൊക്കെ എന്താ ഓമനിച്ചൊക്കെയാ വിളിച്ചത്. ഇപ്പൊ എല്ലാത്തിനും വള്ളിയും പുള്ളിയിട്ടാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്. അതേടി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കൊരു ബുദ്ധിമോശം ഉണ്ടായതുകൊണ്ട് ഞാൻ വിളിച്ചു പോയതാടി. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി ഞാനാണെന്ന് പറയും. എന്താ കോലം നിങ്ങളുടെ. കണ്ണാടിയിൽ വല്ലതും നോക്കാറുണ്ടോ? കണ്ണാടി നോക്കണ്ടേ, കുഞ്ചാക്ക ബോബനെ പോലെ ഇരുന്ന് ഞാനാണ്. ഇപ്പൊ എന്റെ തലയിലെ മുടിയെല്ലാം പോയിട്ട് ഞാൻ ഫഹദ് ഫാസിലിനെ പോലെ കഷടിയായില്ലേ. എന്നിട്ടും സിനിമ ഏരി അങ്ങ് വിടുന്നില്ല. കുഞ്ചാക്ക ബോബൻ അല്ലെങ്കിൽ ഫഹദ് ഫാസില് ശരിക്കും കണ്ണാടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണക്കമുന്തിരി പോലെ നിങ്ങൾ ഇരിക്കുന്നത്. ഉണക്കമുന്തിരി എടി, ആദ്യം ചെന്ന് നീ കണ്ണാടി നോക്കടി. കുഴപ്പമില്ല. ഡാഗിനി അമ്മൂമ്മയെ പോലെ അടി ഇരിക്കുന്നത്. ഡാഗിനി അമ്മൂമ്മയെ പോലെ. അത് നിങ്ങളുടെ തള്ള. നിന്റെ തള്ളിയാടി. ഈ കുടുംബത്തിൽ കയറി വന്നപ്പോ എന്തോരം സ്വർണ്ണോട്ടോണ്ട് വന്നാ ഞാൻ. 1.5 കിലോ സ്വർണം കൊണ്ട് വന്നാ. അപ്പൊ എന്തെങ്കിലും ഒരു പൊടി എന്റെ കഴുത്തലോ കാതലോ വല്ലോ. 1.5 കിലോ സ്വർണ്ണമായിട്ട് അവൾ എഴുന്നള്ളിന്ന്. ആകെ പാടെ 19 പവനല്ലേ നീ കൊണ്ടുവന്നത്? 19 പവനോ? 19 അല്ല, 150 പവൻ. എന്റെ കല്യാണം കഴിപ്പിച്ച ആ സ്വർണം കൊണ്ടാണോ നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു വിട്ടത്? അയ്യടി, എന്റെ പെങ്ങളെ കെട്ടിച്ച ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ടാണ്. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത പറയരുത്. എടി, നിന്റെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങാനും, നിനക്ക് മാറുന്ന സിനിമ കാണാനും, നിനക്ക് ഹോട്ടലിലെ ഫുഡ് കഴിക്കാം. ചിക്കൻ മന്തി തന്നെ എന്തോരം നീ കുത്തി കയറ്റിയടി. അതെല്ലാം വാങ്ങിക്കാനായിട്ട് നീ തന്നെയല്ലേ ഊരി തന്നത്. എന്നിട്ട് ഇപ്പൊ അത് മുഴുവൻ എന്റെ തോളയിലേക്ക് നോക്കുകയാണ് മൂദേവി. കുടുംബമൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് ഒക്കെ ഉണ്ടോ? വിട്ടുവീഴ്ച മനോഭാവം വേണം. അത് നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്തിനാണ് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാത്തത്? ഈ അയൽപക്കക്കാർ വരെ ഇവിടെ നിന്ന് വിറ്റിട്ട് പോയല്ലോ. നിങ്ങളെ കൂതറ സ്വഭാവം നാട്ടുകാരൊക്കെ ഇവിടുന്ന് പോയിട്ട് പുതിയ ആൾക്കാർ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒന്ന് തമ്പടിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. കുടുംബം എന്താന്ന് പഠിക്കണമെന്നില്ല. ആ രവിചേട്ടനെയും ബാനു ചേച്ചിനെയൊക്കെ കണ്ട് പഠിക്കണം. എന്താ സ്നേഹം. 50 വർഷമായി അവർ ഒരുമിച്ച് ജീവിക്കണം. ഇതൊക്കെ എന്തിന് നടക്കുക? അവർ 50 വർഷം ജീവിക്കും. ആ രവിചേട്ടനാണ് ചെവിയും കേൾക്കില്ല, അവരാണ് സംസാരിക്കത്തൂല. അവർ 50 വേണേ 100 വർഷം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാടി. ഇവിടെ നീയോ നിന്റെ നാക്കിങ്ങനെ ഇറക്കിയിട്ടിരിക്കുകയല്ലേ. നാക്കിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇട്ട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലയിടത്തും പോയി ചത്തു കളയും. ഇങ്ങനെ സന്തോഷപ്പെടുന്ന കാര്യങ്ങളൊന്നും നീ പറയില്ലടി, എനിക്ക് അറ്റാക്ക് വരും. ഓഹോ, അപ്പൊ ഞാൻ ചാവൂന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സന്തോഷമാണല്ലേ? എടി, നീ ചാകാൻ വേണ്ടി ഞാൻ പള്ളി മെഴുതിരി കത്തിക്കുന്നുണ്ടേ. അങ്ങനെയൊക്കെ ചെയ്യുവാണല്ലേ? നിങ്ങളുടെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. ഇടിക്കരുത് പറഞ്ഞില്ലേ? അന്ന് മുതൽ നീ ഇടിക്കാൻ തുടങ്ങിയല്ലേ എന്നെ? നിങ്ങളെ കയ്യിലിരിപ്പ് തന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ വല്ലതും ചെയ്യോ? എന്നെ ഇവിടെ പട്ടി പോലെ ഇട്ട് തല്ലാണ്ട് ഈ നാട്ടിൽ നിന്ന് ആരും ചോദിക്കാല്ലേ നിങ്ങളുടെ തന്തേ തള്ളയെ പോലെ ഇറങ്ങി വന്ന് ചോദിച്ചോ? അയ്യോടി, ഇത്ര നേരം നീ എന്നെയല്ലേ തല്ലിയത്? എന്നിട്ട് നീ പാതിക്ക് എന്റെ തൊള്ളയിലേക്ക് വെക്കുവാണോ? ഇനി എങ്ങാനും എന്റെ നേരെ കൈ ഓങ്ങിയാൽ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടിക്കൂടി. എന്റെ കാരണം പൊട്ടിക്കുമെന്ന് പറഞ്ഞ തന്റെ ഉണ്ടല്ലോ, തലയാ ഞാൻ തല്ലിപ്പൊടിക്കാൻ പോണേ. ഇനി ഇങ്ങനെ പെരുമാറി ഇതല്ല, ഇതിലും വലുതായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു ഉണക്കമുന്തിരി പോലെ ഇരിക്കണ.
പ്രണയം അനശ്വരമാണ്, അതൊരിക്കലും നശിക്കുകയില്ല. എന്റെ അമ്മേ.